അമ്മ ചോറും കൊണ്ട് വരാന്ന് പറഞ്ഞതല്ലേ, എന്റെ മോൻ എന്തപ്പോ വീണേ? പെട്ടെന്ന് വീണ് പോയതാ അമ്മേ. അവനെങ്ങനെ വീണേ? ഇങ്ങനെ വീഴാറില്ലല്ലോ. എന്താ മോനെ കരയുന്നേ? അമ്മയില്ലേ? എനിക്ക് സ്കൂളിൽ പോണ്ട, എനിക്ക് പഠിക്കാൻ കിട്ടില്ലല്ലോ. കുട്ടികളെല്ലാം എന്നെ കളിയാക്ക. എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ അമ്മേ. ഓ അതാണല്ലേ, അപ്പൊ നീ അഭിനയിച്ചതാണല്ലേ. ഓ മുകളിൽ കയറി ഇരുന്നാ മതിയില്ലേ, സമാധാനായില്ലേ? ഞങ്ങളെ തനിച്ചാക്കി പോയപ്പോ നമുക്ക് നമ്മളേ ഉള്ളൂ. നീ പഠിച്ചു മിടുക്കനാവണം. ഇന്നും കൂടി മോന് സ്കൂളിൽ പോവോ? എന്റെ മോൻ തനിച്ചായോ? എന്റെ മോനെ നീ തനിച്ചായോ? അമ്മ വന്നില്ലെങ്കിൽ ഞാൻ തനിച്ചായേനെ. ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ഇപ്പോഴാണ് ഞാൻ ശരിക്കുമുള്ള സ്കൂളിലെത്തിയത്. കുറേ കൂട്ടുകാരെ കിട്ടി. എനിക്ക് പഠിക്കാനും പറ്റുന്നുണ്ടമ്മേ. അവിടെ കുറേ പരിപാടികളുമുണ്ട്. കുട്ടികളും അമ്മമാരും കൂടി ടൂറ് പോകുന്നുമുണ്ട്. അമ്മേ, ഞാനിന്ന് നടന്നു അമ്മേ. നമസ്കാരം സിസ്റ്റർ. മനസ്സിലായില്ല? ഞാൻ പുതിയത് വന്ന കുട്ടിയുടെ. മോനെ എന്ത് പറയണോ? അവന് സന്തോഷല്ലേ? അവന് വളരെ സന്തോഷത്തിലാണ് സിസ്റ്ററെ. അവന് കുറേ കൂട്ടുകാരെ കിട്ടി. ഞാൻ മുമ്പേ കൊണ്ടുവരേണ്ടതായിരുന്നു സിസ്റ്ററെ അവനെ. അവനിപ്പോൾ നടന്നു തുടങ്ങി സിസ്റ്ററെ. ഓ ദൈവത്തിന് മഹത്വം, അനുഭവം തന്നെ. ഏർലി ഇൻ്റർവെൻഷൻ്റെ ചാർജുള്ള സിസ്റ്റർ മീറിയം പറഞ്ഞിരുന്നു ഋതിക്ക് നല്ല മിടുക്കനാണെന്ന്. ഇവിടെ ഏതൊരു കുട്ടിയും പുതിയ അഡ്മിഷന് വരുമ്പോൾ സിസ്റ്ററാണ് അസസ്മെൻറ്റ് നടത്തി എന്തൊക്കെ തെറാപ്പി വേണമെന്ന് തീരുമാനിക്കുക. സിസ്റ്റർ പറഞ്ഞു ഋതിക്ക് നല്ല മിടുക്കനാണെന്നും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് അവനുണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. ഒരു വിഷമം വേണ്ട, ദൈവത്തിൻ്റെ അനുഭവം തന്നെയാണ് അവൻ നടന്നത്. അവൻ മിടുക്കനാവും, എല്ലാ കാര്യങ്ങളും അവന് മുന്നോട്ട് വരും. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവൻ എത്തിപ്പെടും. അമ്മയ്ക്ക് സന്തോഷമായില്ലേ? പിന്നെന്താ, എനിക്കിപ്പോഴാണ് സമാധാനമായത് സിസ്റ്ററെ. പ്രത്യേക ഒരു ധൈര്യം കിട്ടിയതുപോലെ. മുമ്പേ വരേണ്ടതായിരുന്നു അവിടെ. അല്ല സിസ്റ്ററെ, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് സിസ്റ്ററെ? ഓ അതൊരു അത്ഭുതം തന്നെയാണ് ഹൃദിക്കിൻ്റെ അമ്മേ. 50 വർഷത്തെ അതിജീവനത്തിൻ്റെ കഥയാണ് ഈ സ്ഥാപനത്തിന് പറയാനുള്ളത്. സമൂഹം മാറ്റി നിർത്തപ്പെട്ടിട്ടും ഞങ്ങൾ മാറ്റി നിർത്തേണ്ടവരല്ല, ദൈവത്തിന്റെ സമ്മാനമാണെന്ന് വിളിച്ചു പറയുന്ന ഒരു കൂട്ടം മാലാഖ കുഞ്ഞുങ്ങളുടെ അഭയകേന്ദ്രമാണ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ഏകദേശം 3 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ചേറൂരിലെ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂൾ. ആശയറ്റവരുടെ കരങ്ങൾ കോർത്തുപിടിച്ച് ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പമെന്ന് പറഞ്ഞുകൊണ്ട് സുവർണ ജൂബിലിയുടെ നിറവിലാണ് ഇന്ന് ഈ വിദ്യാലയം. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ ചിത്രശലഭങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് 5 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് പുഞ്ചിരി തൂകുന്ന ഈ കുഞ്ഞു മുകുളങ്ങളാണ് ഈ വിദ്യാലയത്തിന്റെ മാറ്റുകൂട്ടുന്നത്. 200-ൽ പരം കുട്ടികളുള്ള ഈ സ്ഥാപനം ഇരുളടഞ്ഞവർക്ക് പ്രതീക്ഷയുടെ പൊൻപുലരിയാണ്. 1631 വിശുദ്ധ വിർജീനിയ ഇറ്റലിയിൽ സ്ഥാപിച്ച സിസ്റ്റേഴ്സ് ഓഫ് മൗണ്ട് കാൽവരി സന്യാസിനി സമൂഹം 1975 കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇത്തരുണത്തിൽ അഭിവന്യ കുണ്ടുകുളം പിതാവിന്റെ ആഗ്രഹപ്രകാരം തൃശൂർ രൂപതയിൽ അന്ന് ഇല്ലാതിരുന്ന പ്രവർത്തനമായ ശാരീരിക മാനസിക വൈകല്യമുള്ള കുട്ടികളെ സംരക്ഷിക്കണം എന്ന ആശയത്തോടെ തൃശൂർ രൂപതയുടെ അനാഥ മന്ദിരത്തിലുണ്ടായിരുന്ന ശാരീരിക മാനസിക വൈകല്യമുള്ള 7ഓളം കുട്ടികളെ സ്വീകരിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ 1975
ഡിസംബർ 8 തൃശൂർ ജില്ലയിലെ ആദ്യത്തെ സ്പെഷ്യൽ സ്കൂളിന്റെ ശിലാസ്ഥാപന കർമ്മം മാർ ജോസഫ് കുണ്ടുകുളം പിതാവ് നിർവഹിച്ചു. റവറന്റ് ഫാദർ ജോസഫ് വിളങ്ങാടൻ, റവറന്റ് ഫാദർ തോമസ് താടിക്കാരൻ എന്നിവരും രൂപതയിലെ മറ്റു വൈദികരും അന്ന് സന്നിഹിതരായിരുന്നു. അവശ്യരും പാവങ്ങളുമായ ഓരോരുത്തരെയും അവർ ആയിരിക്കുന്നത് പോലെ ബഹുമാനിക്കുവാനും വിലമതിക്കുവാനുമുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന സഭാസ്ഥാപകയായ വിശുദ്ധ വിർജീനിയായുടെ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് നിസ്വാർത്ഥ സേവനം സിസ്റ്റേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിന്റെ കഴിഞ്ഞ 50 വർഷത്തെ വിജയകരമായ പ്രയാണത്തിന് പിന്നിലെ ചാലകശക്തി നമ്മുടെ മാനേജ്മെന്റാണ്. സ്നേഹത്തിലൂടെ സേവനം എന്ന മഹത്തായ ലക്ഷ്യത്തോടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അവിശ്രാന്തം പരിശ്രമിച്ചുകൊണ്ട് സെന്റ് ജോസഫ് അസോസിയേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ നമ്മുടെ വിദ്യാലയം പ്രവർത്തിച്ചു വരുന്നു. വൈകല്യങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിനും കുട്ടികളിൽ അടിസ്ഥാനപരമായ കഴിവുകൾ ചെറുപ്പത്തിൽ തന്നെ വളർത്തുന്നതിനും ഞങ്ങളുടെ ഏർലി ഇന്റർവെൻഷൻ യൂണിറ്റ് മികച്ച സേവനം നൽകി വരുന്നു. ജനനം മുതൽ 10 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കാണ് ഇവിടെ പ്രത്യേക ശ്രദ്ധ നൽകി വരുന്നത്. നേരത്തെയുള്ള രോഗനിർണയം കുട്ടികളിലെ വളർച്ചയിലുണ്ടാകുന്ന കാലതാമസങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും ആവശ്യമായ ഇടപെടലുകൾ കുട്ടികളെ സ്വയം പര്യാപ്തതയിലെത്തിക്കുന്നു. വ്യത്യസ്തമായ പരിശീലനങ്ങളിലൂടെ കുട്ടികളെ വീടുകളിൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് മാതാപിതാക്കളെ ബോധവാന്മാരാക്കുന്നു. ഇതിനാവശ്യമായ പേരന്റൽ കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ് തുടങ്ങിയ വിവിധ പരിശീലനങ്ങൾ നൽകി വരുന്നു. കുട്ടികളിലെ വളർച്ചാ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കാനും നിരന്തരമായ പരിശീലനം നൽകാൻ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം ഇതിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. ഓരോ കുട്ടിയുടെയും നിലവാരം മനസ്സിലാക്കി അവർക്കാവശ്യമായ പ്ലാനുകൾ തയ്യാറാക്കി ചർച്ച ചെയ്യുകയും മുന്നോട്ടെടുക്കേണ്ട തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും തെറാപ്പിസ്റ്റുകളും ഇതിന് കീഴിൽ പ്രവർത്തിക്കുന്നു. ഓരോ കുട്ടിയുടെയും ആവശ്യകത അനുസരിച്ചുള്ള സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, പ്ലേ തെറാപ്പി, സെൻസറി ഇന്റഗ്രേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി എന്നീ വ്യക്തിഗത തെറാപ്പികളും ഇതോടൊപ്പം നൽകി വരുന്നു. 3 വയസ്സു മുതൽ ബുദ്ധിവൈകല്യം സംഭവിച്ച കുട്ടികൾക്ക് പ്രവേശനം നൽകി വളരെ ചിട്ടയായ പരിശീലനം ഇവിടെ നൽകി വരുന്നു. കുട്ടികളുടെ മാനസിക വളർച്ചയുടെയും കഴിവുകളുടെയും അടിസ്ഥാനത്തിൽ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് ക്ലാസുകൾ നൽകുന്നു. കേരള ഗവൺമെന്റ് ഈ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ 8 നൈപുണികളടങ്ങിയ കരിക്കുലമാണ് ഈ സ്കൂൾ നടപ്പിലാക്കുന്നത്. കൂടാതെ IEP, ADL ട്രെയിനിങ്ങുകളും ഇവിടെ കൊടുക്കുന്നു. കലാകായിക മത്സരങ്ങൾ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്പോർട്സ്, ഗെയിംസ്, കലാമത്സരങ്ങൾ ഇവയിൽ ജില്ലാ, സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ ഇവിടുത്തെ കുട്ടികൾ പങ്കെടുക്കുകയും അഭിനന്ദനാർഹമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഞങ്ങളുടെ മുതിർന്ന വിദ്യാർത്ഥികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ പ്രവർത്തിക്കുന്നത്. മെഴുകുതിരി നിർമ്മാണം, പേപ്പർ കവർ നിർമ്മാണം, കമ്പിളി മാറ്റ് നിർമ്മാണം, സോപ്പ് നിർമ്മാണം, കുട നിർമ്മാണം, ഫാൻസി ഓർണമെന്റ്സ്, ഹാൻഡിക്രാഫ്റ്റഡ് വസ്തുക്കളുടെ നിർമ്മാണം, തോട്ടപ്പണിയും കാർഷിക വൃത്തിയും, തുന്നൽ പരിശീലനം, ചിപ്സ്, അച്ചാർ, കേക്ക്, സ്ക്വാഷ് തുടങ്ങിയ വിവിധതരം ഭക്ഷ്യപദാർത്ഥങ്ങളുടെ നിർമ്മാണവും പാക്കിങ്ങും സെയിൽസും, അതോടൊപ്പം തന്നെ സ്കൈ കമ്പനി ദാനമായി നൽകിയ വാഹനത്തിലുള്ള ഐസ്ക്രീം വിൽപ്പനയും തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ഭാഗമായുള്ള പരിശീലനങ്ങളാണ്. ഷെൽട്ടേഡ് വർക്ക്ഷോപ്പ് കുട്ടികൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിൽക്കാനുമായി സ്കൂളിൽ ഒരു പ്രത്യേക പ്രദർശന യൂണിറ്റ് സജ്ജീകരിച്ചു. സ്കൂളിന് പുറത്തും ഇവരുടെ പ്രദർശന യൂണിറ്റ് മറ്റുള്ളവരുടെ, അതായത് പൊതുജനത്തിന്റെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലിലൂടെ സ്വാശ്രയത്വം എന്ന ലക്ഷ്യത്തോടെ ഓരോ കുട്ടിയുടെയും ശാരീരികവും മാനസികവുമായ കഴിവുകൾക്കനുസരിച്ചുള്ള പ്രത്യേക തൊഴിൽ മേഖലകൾ കണ്ടെത്താനാണ് ഈ കേന്ദ്രം പരിശ്രമിക്കുന്നത്. ഈ സുവർണ ജൂബിലി വർഷം ഞങ്ങളുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെയും അഭിമാനത്തിന്റെയും കാലഘട്ടമായിരുന്നു. കുട്ടികളുടെ കഠിനാധ്വാനവും അധ്യാപകരുടെ അർപ്പണബോധവും വിദ്യാലയത്തിന് മികച്ച വിജയങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടത്തിയ കലോത്സവത്തിൽ 200-ൽ പരം കുട്ടികൾ വിവിധ ഇനങ്ങളിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചു. വിവിധ സംഘടനകൾ സംഘടിപ്പിച്ച ചിത്രരചന, നാടകം, നൃത്തം, സംഗീത മത്സരങ്ങളിൽ ഞങ്ങളുടെ കുട്ടികൾ സജീവമായി പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. മാത്രമല്ല, ഇന്റർ സ്കൂൾ ലെവൽ മത്സരങ്ങളും ഈ ജൂബിലി വർഷത്തിൽ നടത്തുകയും അതുവഴി മറ്റു സ്കൂളുകളിലെ കുട്ടികളെ പങ്കെടുപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സാധിച്ചു. 2004-ൽ ഓൾ കേരള സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷന്റെ ബെസ്റ്റ് സ്പെഷ്യൽ സ്കൂൾ അവാർഡ് ലഭിച്ചത് ഏവരെയും ആനന്ദത്തിന്റെ നെറുകയിലെത്തിച്ചപ്പോൾ
അതേ വർഷം തന്നെ ഈ സ്ഥാപനത്തിന്റെ 25 വർഷത്തോളം പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ച സിസ്റ്റർ എജീദിയയ്ക്ക് ബെസ്റ്റ് സ്പെഷ്യൽ സ്കൂൾ ടീച്ചർ, ബെസ്റ്റ് സോഷ്യൽ വർക്കർ അവാർഡ് ലഭിച്ചത് ഇരട്ടി മധുരം പകർന്ന ഓർമ്മകളാണ്. എല്ലാ വർഷവും സെക്കന്ദരാബാദിൽ വെച്ച് നടത്തുന്ന സ്പെഷ്യൽ എംപ്ലോയീസ് നാഷണൽ മീറ്റിൽ ഇവിടുത്തെ കുട്ടികൾ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. 2014-15 വർഷത്തെ സംസ്ഥാനതല സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ലളിതഗാന മത്സരത്തിൽ റീത്ത SJ 1ാം സ്ഥാനവും 2015-16 സ്പെഷ്യൽ സ്കൂൾ സംസ്ഥാനതല കലോത്സവത്തിൽ മേഘ ലളിതഗാന മത്സരത്തിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കിയത് അഭിനന്ദനാർഹമായ നേട്ടമായിരുന്നു. ഈ വർഷത്തെ ജില്ലാതല സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ സ്കൂൾ ഓവറോൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി. 2024 ഡിസംബർ 8 തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സുവർണ ജൂബിലി പരിപാടികൾക്ക് ഗംഭീര തുടക്കം കുറിച്ചു. അന്നേ ദിവസം തന്നെ ജൂബിലി സ്മാരകമായ ഔട്ട്ഡോർ സെൻസറി പാർക്ക് ലേഔട്ടിന്റെ അനാച്ഛാദന കർമ്മവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു. ചുവന്ന നിറത്തിന്റെ മനോഹാരിതയിൽ കുട്ടിപ്പാപ്പകളുടെയും മാലാഖമാരുടെയും പരമ്പരാഗത ക്രൈസ്തവ സമൂഹത്തിന്റെ മാർഗം കളിയുടെ ചുവടുകളുടെ അകമ്പടികളോടെ ജിംഗിൾ ബെൽസ് ചേറൂർ നഗരവീതിയിൽ അണിനിരന്നു. സെന്റ് ജോസഫ് കുഞ്ഞുമക്കളെ വാത്സല്യത്തോടെ പരിപാലിക്കുന്ന മാതാപിതാക്കളെ അനുമോദിച്ചുകൊണ്ട് ജനുവരി 24 പേരന്റ്സ് അപ്രീസിയേഷൻ ഡേ നടത്തി. ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ ആഭിമുഖ്യത്തിൽ സംഗീത സന്ധ്യയും ഷോമി മാഷിന്റെ ന്യൂജൻ സംഗീത ഉപകരണങ്ങളുടെ ഒരു സംഗീത വിരുന്നും ഔറോറ സംഗീത സന്ധ്യ എന്ന പേരിൽ ജനുവരി മാസത്തിൽ നടത്തുകയുണ്ടായി. വിമാനയാത്ര ചെയ്യാത്ത കുട്ടികളെയും മാതാപിതാക്കളെയും ചേർത്ത് ആദ്യമായി ബാംഗ്ലൂർ ഫ്ലൈറ്റ് ട്രിപ്പ് സംഘടിപ്പിച്ചു. അവരുടെ സ്വപ്നങ്ങളും ആകാശത്തോളം പറന്നുയർന്നു. മാർച്ച് 19 നായ്ക്കൻ പറമ്പിലച്ചന്റെ നേതൃത്വത്തിലുള്ള ആത്മീയ ശുശ്രൂഷയോടെ ഹോം ഡേ ആഘോഷിച്ചു. മാർച്ച് 28 നടത്തപ്പെട്ട സ്കൂൾ ക്ലോസിംഗ് സെറിമണിയിൽ തൃശൂർ കലാസദൻ അന്തോണിക്കുട്ടിയുടെ ഒരു ദിവസം എന്ന നാടകം മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമായി നടത്തി. അതോടൊപ്പം ക്രിസോര ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ദാനമായി തന്ന പുതിയ വാഹനത്തിന്റെ താക്കോൽദാന കർമ്മവും നിർവഹിച്ചു. ജൂബിലി വർഷത്തിൽ എടുത്തു പറയേണ്ട മറ്റു പ്രവർത്തനങ്ങളായിരുന്നു തൃശൂർ ജില്ലാതല പ്രിൻസിപ്പൽ മീറ്റ്, ജില്ലാതല പൂക്കള മത്സരം, ജില്ലാതല ടാലന്റ് ഫെസ്റ്റ്, ജില്ലാതല ടീച്ചേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം, ജില്ലാതല ഓട്ടിസം അവയർനെസ് പ്രോഗ്രാം എന്നിവ. പൂക്കള മത്സരത്തിന് ചുക്കാൻ പിടിച്ചത് തൃശൂർ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ആയിരുന്നു. എല്ലാ വർഷവും ഓണാഘോഷത്തിന് കല്യാൺ സിൽക്സ് MD ശ്രീ TS പട്ടാഭിരാമൻ സാർ ഓണപ്പുടവ വിതരണം ചെയ്യുകയും KMP പരമേശ്വരൻ എല്ലാവർക്കും ഓണസദ്യ നൽകുകയും ചെയ്യുന്നു. ഓരോ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും റോട്ടറി ക്ലബ് ഓഫ് തൃശൂർ പ്രസിഡന്റ് സന്തോഷ് സാറും മറ്റംഗങ്ങളും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടും മാൻ പവറും ഞങ്ങൾക്ക് കരുത്തേകി. നിർധനയായ ഒരു ഭിന്നശേഷി വിദ്യാർത്ഥിനിക്ക് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി സമ്മാന കൂപ്പൺ വിറ്റ് 3 ലക്ഷവും മാനേജ്മെന്റ് നൽകിയ 2 ലക്ഷവും കൂടി 5 ലക്ഷം രൂപ കൈമാറി. കൊച്ചൗസെ ചിറ്റിലപ്പള്ളിയുടെ CSR ഫണ്ടിൽ നിന്നും ലഭിച്ച സ്മാർട്ട് ക്ലാസ് റൂം നവംബർ 14 ശിശുദിനത്തിന് നാടൻപാട്ടിന്റെ കരിങ്കാലി ടീം ഉദ്ഘാടനം ചെയ്തു. അന്നദാനം. എല്ലാ ഞായറാഴ്ചയും ട്രെയിൻമേറ്റ്സ് എന്ന സംഘടനയുടെ കുടുംബക്കാർ ഒന്നു ചേർന്ന് ഉണ്ടാക്കുന്ന രുചിയേറിയ ഉച്ചഭക്ഷണം ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ വിശപ്പകറ്റുന്നു. കൂടാതെ ആഴ്ചയിലൊരിക്കൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന 100ഓളം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചപ്പാത്തിയും ശ്രീജിത്ത് മാഷിന്റെ കാരുണ്യത്തിന്റെ വലിയൊരു ഭാഗമാണ്. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് നൽകുന്ന ബ്രെഡും തൃശൂർ ശക്തൻ മാർക്കറ്റിലെ തൊഴിലാളികളുടെ വിയർപ്പിന്റെ പ്രതിഫലമായ അല്പം പച്ചക്കറികളും ദൈവത്തിന്റെ അനന്തമായ പരിപാലനയാണ്. വൈകല്യങ്ങൾ പരിമിതിയല്ല, മറിച്ച് വ്യത്യസ്തമായ കഴിവുകളാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത 50 വർഷങ്ങൾ. കലാരംഗത്ത് സിനി ആർട്ടിസ്റ്റായ ഷോമി മാഷുടെ നേതൃത്വത്തിൽ തൃശൂരിന്റെ തനത് കലയായ ചെണ്ടമേളം 10 വ്യത്യസ്ത താളങ്ങളിൽ കൊട്ടാൻ 15 വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുകയും വിവിധ സ്ഥലങ്ങളിൽ ഇത് അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചു എന്നതും ജൂബിലി വർഷത്തിലെ മറ്റൊരു നേട്ടമാണ്. ആണ്ടിന്റെ സ്നേഹസ്പർശം ഇവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് പുതിയൊരു അധ്യായത്തിന്റെ തുടക്കം മാത്രമാണ്. 1975 വെറും 7 കുട്ടികളുമായി തുടങ്ങിയ ഈ വിദ്യാലയം ഇന്ന് ഭിന്നശേഷി വിഭാഗത്തിലെ വിജ്ഞാനത്തിന്റെയും കരുണയുടെയും വെളിച്ചമായി മാറിയിരിക്കുന്നു. അവശത അനുഭവിക്കുന്നവരെ നമ്മളിൽ ഒരാളായി കാണണം എന്ന വലിയ പാഠമാണ് ഈ വിദ്യാലയം സമൂഹത്തിന് നൽകുന്നത്. നമ്മുടെ രക്ഷാധികാരി മുതൽ സാധാരണ ജീവനക്കാർ വരെയുള്ളവരുടെ കൂട്ടായ പ്രാർത്ഥനയും വിയർപ്പും ഈ സുവർണശോഭയ്ക്ക് പിന്നിലുണ്ട്. ഓരോ കുട്ടിയും സ്വയം പര്യാപ്തത നേടി മുഖ്യധാരയിലേക്ക് നടന്നു കയറുന്നത് കാണുക എന്നതാണ് ഇനിയുള്ള യാത്രയിലും നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ദൈവാനുഗ്രഹത്താൽ വരും തലമുറകൾക്കും
ഈ വിദ്യാലയം ഒരു തണൽമരമായി നിലകൊള്ളട്ടെ. ആ സിസ്റ്ററെ, ഓന് പ്രൈസ് ഉണ്ട് കേട്ടോ. അവൻ സംസ്ഥാന തലത്തിൽ വിന്നറായി. അതിമനോഹരമായിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിൽ ഇത്രയും സൗകര്യങ്ങളുള്ള വേറെയും സ്ഥാപനം ഒന്നും കണ്ടിട്ടില്ല. എൻ്റെ പേരക്കുട്ടിയെയും കൊണ്ട് കയറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല. ഇവിടെ ഓരോ കുട്ടികളുടെയും മാറ്റം കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഈ വിദ്യാലയം ഉയരങ്ങളിലെത്തട്ടെ. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി കേട്ടോ, പിന്നെ കാണാം.